ആരാ എലിമിനേറ്റ് ആയത്? രഞ്ജിത്തല്ല ഔട്ടായത് എന്തായാലും. ഔട്ടാകുന്നുള്ള കാര്യം നേരത്തെ അറിയായിരുന്നു. ഞാൻ ഓർത്ത് രഞ്ജിത്തും ഷാരികയും രണ്ടുപേരും പോകുന്നു വിചാരിച്ചായിരുന്നു. രഞ്ജിത്ത് മാത്രം എന്തായാലും ഔട്ടായിട്ടു. ആരും എപ്പിസോഡ് കണ്ടില്ല. ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. ഞാനും കുറച്ച് കണ്ടു, ഫുള്ള് കണ്ടിട്ടില്ല. കുറച്ച് വലിച്ചിട്ട് ഇന്ന് ഓരോരുത്തരുടെ പരാതി വായിച്ച. അപ്പം ലാസ്റ്റ് രഞ്ജിത്ത് പോയപ്പോ രഞ്ജിത്ത് അങ്ങ് മോഹൻലാലിന്റെ അടുത്ത് ചെല്ലത്തില്ലേ? മോഹൻലാലിന്റെ അടുത്ത് കഴിയുമ്പം മറ്റേ കൊച്ചിന്റെ പേരെന്തോ പ്രായം കുറഞ്ഞൊരു കൊച്ചുണ്ടല്ലോ, അവള് പരാതി എഴുതിയത് രഞ്ജിത്തിനെതിരെയായിരുന്നു. അപ്പൊ മോഹൻലാലിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ആ പരാതി വായിപ്പിച്ചു. അതെന്ന് ചോദിച്ചു, രഞ്ജിത്തിനെതിരെ ഒരു പരാതി അത് എന്തുവായിരുന്നു ചോദിച്ചു. പറഞ്ഞു നിങ്ങളെല്ലാരും മ്യൂട്ടി. അന്നേരം രേനാ ഫാത്തിമ പറഞ്ഞു, ഞാന് ആദ്യമൊക്കെ രഞ്ജിത്തേട്ടൻ എന്നോട് മിണ്ടുവായിരുന്നെന്നോ, പിന്നെ ഞാൻ എപ്പോഴും അടുത്ത് വന്നിരിക്കുമ്പോ ഒഴിഞ്ഞു മാറി പോന്ന പോലെ എന്നെ ഒറ്റപ്പെടുത്തുന്നതായിട്ടും എനിക്ക് തോന്നി. അതെന്റെ പ്രായം കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തൊക്കെയോ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പം രഞ്ജിത്തിനോട് മോഹൻലാല് പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അന്നേരം രഞ്ജിത്ത് പറഞ്ഞു, ഞാൻ ആദ്യമൊക്കെ രേനാ ഫാത്തിമയോടൊരു മോളെ പോലൊക്കെ കരുതി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ആൾക്കതൊന്നും അങ്ങനൊന്നും അല്ല മനസ്സിലാകുന്നതെന്ന് കണ്ടപ്പോ പിന്നെ ഞാനെല്ലാം ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അല്ലാതെ എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം മോഹൻലാല് പറഞ്ഞു, ഇനി രഞ്ജിത്ത് തിരിച്ചു പരാതി എഴുതിയത് രേനാ ഫാത്തിമയെ കുറിച്ച്, അതും കൂടെ വായിച്ചിട്ട് രഞ്ജിത്തിനെ വിടാന്ന് പറഞ്ഞു. അന്നേരം മോഹൻലാൽ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് വായിച്ചു, കത്ത് വായിക്കുക. ഞാൻ മുൻഷി രഞ്ജിത്ത്, പ്രിയപ്പെട്ട ലാൽ സാർ, എനിക്ക് താങ്കളോട് പറയാനായി യാതൊരു പരാതിയും ഇല്ല. എന്നിട്ട് അപ്പൊ മോഹൻലാൽ പറഞ്ഞു രഞ്ജിത്തിന്റെ വിശാലമായ മനസ്സിനെ അപ്പൊ രഞ്ജിത്ത് പോയെങ്കിലും രഞ്ജിത്തിന് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാ വിട്ടെ. ശരിക്കും അത് രഞ്ജിത്ത് എഴുതിയ കത്താണോ അതോ ഫസ്റ്റ് എലിമിനേഷൻ ആയതുകൊണ്ട് രഞ്ജിത്ത് ഒരു ഹൈപ്പ് കൊടുത്തു വിട്ടതാണ്? ചാൻസ് ഉണ്ടോ? റീഎൻട്രിക്ക് അങ്ങനെ എഴുതാൻ മാർഗമില്ല. മോഹൻലാൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആയിരിക്കാം. ഓൾറെഡി ഏഷ്യാനെറ്റ് വർക്ക് ചെയ്ത ഒരു ആളെന്ന രീതിയിലും രഞ്ജിത്തിനെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട വന്ന അവസ്ഥയിലും അപ്പൊ അതിനൊരു ഇതായിട്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു പരിപാടിയാണിത്. രഞ്ജിത്തിനോട് പോകാൻ രഞ്ജിത്ത് എലിമിനേറ്റ് ഭയങ്കര ഡൗൺ ആയി, ആരോടും പറയാതെ പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ ഉണ്ടായിട്ട് പ്രത്യേക കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഇന്ന് പക്ഷെ ആദിലെ നൂറേം കരഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയി കേട്ടോ. അതെന്തായിരുന്നു ഇടയ്ക്ക് നിങ്ങൾ ഇഷ്ടമാന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര അവര് മറ്റേ കാര്യം പറഞ്ഞിട്ട് അനീഷിന്റെ കാര്യം പറഞ്ഞിട്ട്, അതായത് ആദില പറഞ്ഞ അവരുടെ അമ്മയെ അനിയത്തിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, ഇതിനിടയ്ക്ക് അനീഷ് ആണെങ്കിൽ ബിഗ് ബോസിനോട് വന്ന റിക്വസ്റ്റ് ഒക്കെ ബിഗ് ബോസ് മറ്റേ അവരുടെ ഫാമിലിയുടെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരുന്നു, അതായിരുന്നു ഷോ കാണിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് അതിനു മുമ്പേ ഇവരുടെ വിഷയം ഫാമിലി മാറ്ററിനെ കുറച്ച് ചോദിച്ച് ആദിലയുമായിട്ട് കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടായത്, ആ വിഷയം പറഞ്ഞത്. അല്ലാതെ അത് എടുത്തിട്ട് ആദിലയോട് സംസാരിക്കാൻ, പക്ഷെ ആദില 2-3 തവണ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. പക്ഷെ എഴുന്നേറ്റിട്ടൊന്നും അതിലേക്ക് കരച്ചിട്ട് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മോഹൻലാലിന് ഭയങ്കരമായിട്ട് മനസ്സിലായി, അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന്. അതാണ് അനീഷിന് അത് പറഞ്ഞു. അനീഷിന്റെ വിവാഹമോചനത്തിന്റെ കാര്യം എടുത്ത് അവര് സംസാരിച്ച് വിവാഹമോചനം ചെയ്ത ആളുമായിട്ട് ഇവിടെ ഒരു കോംപ്രമൈസ് ചെയ്ത് തരാൻ അനീഷിന് ഇഷ്ടപ്പെടുവോന്നൊക്കെ ചോദിച്ചു. അതുപോലെയാണ് പക്ഷെ അത് പറഞ്ഞത് മോശമായി പോലെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അനീഷ് വിവാഹമോചിതനായെന്നുള്ള കാര്യം എല്ലാരും പറഞ്ഞില്ലേ. അന്ന് ഒരു ദിവസം അനു പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു, നിങ്ങൾ രണ്ടും കൂടെ എന്തൊരു സ്നേഹമാണെന്ന് അന്ന് അനു പറഞ്ഞില്ലേ ഒരു ദിവസം ആദിലയോടൊക്കെ. എനിക്ക് നേരത്തെ ഇത്ര മനസ്സിലാവുന്നില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ എന്തോ സ്നേഹം. അയ്യോ, അത് അവള് കരഞ്ഞപ്പോഴാ ശരിക്കും കണ്ടത്. ഒരാളെ നിന്ന് കരഞ്ഞപ്പോ മറ്റവളെ നിന്ന് ആശ്വസിപ്പിക്കുന്നത് കരളി കാണുമ്പോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിരിഞ്ഞാ മതിയായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ
അതിലെ നൂറ് ഇതോടുകൂടി പോസിറ്റീവ് ആവും എന്തായാലും. സ്നേഹിക്കുന്നവര് തമ്മിൽ പിരിയണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവദോഷം. അതെ, അത് കുറച്ച് അത് അവരോട് ജീവിതത്തിലൊക്കെ വന്നു കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. വെളിയിലിരുന്ന് കമന്ററി പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അതിന് ഞാൻ യോജിക്കുന്നില്ല. കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും അങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോ സ്വന്തമായിട്ട് മനസ്സിലാവും. ഇത് സിഗ്മയില. അതെ 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 അതെ. പക്ഷെങ്കില് അനീഷിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയെന്ന് മോഹൻലാല് കാണിച്ചു. അനീഷിനെ എല്ലാരും അവോയ്ഡ് ചെയ്യുന്ന രീതി, അനീഷിന്റെ ഗെയിം പ്ലാനെ അങ്ങ് ഇത് ചെയ്യുന്ന രീതിയില്ല. അല്ലാതെ അനീഷിനെ കുറ്റം പറഞ്ഞുള്ള വേറൊരു കാര്യങ്ങളും പറയണ്ടൊന്നുമില്ല അതിനകത്ത്. എന്ത് പറഞ്ഞാലും അത് അനീഷിന്റെ ഗെയിം അല്ലേ, അത് അനീഷിന്റെ ഗെയിമാണ്, അതങ്ങനെ അത് ഗെയിമാണെന്ന് പറഞ്ഞിട്ട് അനീഷിനെ കുറ്റം പറയുവാണെങ്കിൽ ബാക്കിയുള്ളവരെ എല്ലാരും കുറ്റം പറയണ്ടേ? അതും ആലോചിക്കേ അല്ലേ? അല്ല, അവൻ മാത്രല്ലല്ലോ തെറ്റ് ചെയ്യുന്നേ. അവൻ പ്രൊവോക്ക് ചെയ്യുമ്പോ മറ്റുള്ളവർ അതിനനുസരിച്ച് പ്രൊവോക്ക് ആവും. മോഹൻലാല് 2 ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ മാക്സിമം പറഞ്ഞു കൊടുത്തു. അത് അനീഷിന്റെ ഗെയിമാണ്, നിങ്ങൾ ട്രിഗർ ആകുന്നെങ്കിൽ നിങ്ങൾ ശരിയാ ഗെയിം കളിക്ക്. അവൻ എന്തും ചെയ്യും, അത് അവന് ഇഷ്ടമല്ലേ? അവന്റെ ഇഷ്ടം, അവനെ എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാമല്ലോ. അതെ, ഈ മണ്ടകളൊക്കെ അവരെ കുറെ നടക്കുക. വന്നില്ലല്ലോ അല്ലേ? വയൽഡാട് അത് അടുത്ത ആഴ്ച നല്ല എൻട്രി കിട്ടും മിക്കവാറും. അതല്ലെന്നേ, ഈ ആൾക്കാരെല്ലാം അനീഷിന്റെ പുറത്ത് കയറി നടക്കുക. അവനാണെങ്കിൽ ആ ഫെയിം പിന്നെയും കയറ്റിക്കൊണ്ടേയിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് അവോയ്ഡ് ചെയ്ത് വിടാന്നുള്ളതേ ഉള്ളൂ. അവൻ ഇങ്ങനെ ഓരോന്നും ചൊറിയുമ്പോ, പക്ഷെ അവരെല്ലാം ഭയങ്കര ട്രിഗർ ആവുക. അവനെല്ലാം ചൊറിയുന്ന വർത്താനം വരെ പറയുന്നത്. അപ്പം ആരാണെങ്കിലും ട്രിഗർ ആയിരിക്കും. ഈ കാണുന്ന നമുക്ക് അതാണ് അവന്റെ ഗെയിം. ഇപ്പം തന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാരും പറഞ്ഞല്ലോ, അനീഷ് സ്വന്തമായിട്ട് മറ്റുള്ളവരെ ഇത് ചെയ്ത് ഞാനാണെങ്കിൽ എന്നെ എല്ലാരും കോർണർ ചെയ്യുക, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഗെയിം സ്ട്രാറ്റജിയും കൊണ്ട് നടക്കുന്ന ഒരാളാണ്, മറ്റുള്ള എല്ലാരെയും കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമുക്ക് ഉൾപ്പെടെ അറിയാം അതൊരു ഗെയിം പ്ലാൻ ആണെന്നുള്ള കാര്യം. ഇവരെല്ലാരും അതിനെ അങ്ങ് പുച്ഛിച്ച് തള്ളിയാ മതി, വലിയ മൈൻഡ് കൊടുക്കാതെ പുച്ഛിച്ച് തള്ളിയാ മതി. അപ്പൊ അവനൊരു കിട്ടത്തേ ഇല്ല. പക്ഷെ ഇവര് വീണ്ടും ഇത് ട്രിഗർ ആകുമ്പോ ഇവന് വീണ്ടും ക്യാമറ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുക. അല്ല, ഇന്ന് തന്നെ ഒരു അടി ഉണ്ടായിരുന്നല്ലോ അവനുമായിട്ട്, മറ്റേ അഭിലാഷും അവനും കൂടെ. അതെ, പക്ഷെ അതൊക്കെ വെറുതെ, അതൊക്കെ ആവശ്യമില്ലാത്ത. നിങ്ങൾ നാളത്തെ ക്രമം ഉണ്ടോ? ഇല്ല, കണ്ടില്ല. നാളെ എന്തോ വലിയ വിഷയമുണ്ട്. നാളെ അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ ബിഗ് ബോസിലും ഒരു ടാസ്ക് ഇല്ലേ, ഫസ്റ്റ് ആവുന്ന ആളെ വന്ന് നിക്കാന് ഇങ്ങനെ വാദിക്കത്തില്ലേ, അങ്ങനെ ചെയ്തിട്ട് അനീഷിന് വേണമെന്ന് വേണ്ട. അനീഷ് ഫസ്റ്റിൽ പോയിട്ട് വലിയ വഴക്കായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും, ഈ താൽക്കാലികമായിട്ട് ഈ ബിഗ് ബോസ് ഇവിടെ വെച്ച് നിർത്തിയിരിക്കുന്നു, ബിഗ് ബോസിന്റെ യാതൊരു അറിയിപ്പുകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നത്. അതൊക്കെ TRP കയറ്റാൻ വേണ്ടിട്ട്, അതാ അറിയാമല്ലോ.